കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. കട്ടപ്പന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. കൗൺസിൽ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. LDF യോഗത്തിൽ വിയോജനം അറിയിച്ചു. കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. 2024 ഡിസംബർ 18 മുതൽ ജനുവരി 9 വരെയായിരുന്നു ഫെസ്റ്റിന്റെ കാലാവധി. 10 ദിവസം കൂടിയാണ് ഫെസ്റ്റിന്റെ തീയതി നീട്ടിയത്. ഇന്ന് കൗൺസിൽ ഒരു അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫെസ്റ്റിനോടനുബന്ധിച്ചായിരുന്നു. അത് 19-ാം തീയതി വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ തീരുമാനപ്രകാരം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ യോഗത്തിൽ നിന്നും കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. യോഗത്തിൽ LDF കൗൺസിലർമാർ വിയോജനം അറിയിച്ചുകൊണ്ട് യോഗം ബഹിഷ്കരിച്ചു. ഫെസ്റ്റിനെ സംബന്ധിച്ച് നിരവധി ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത്. വ്യാപകമായ അഴിമതി ഫെസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം ഭരണകക്ഷി കൗൺസിലർമാരും അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട്. മുനിസിപ്പൽ ഗ്രൗണ്ട് വാടക കുറച്ചതിലും അഴിമതി നടന്നിട്ടുണ്ട് എന്നും LDF കൗൺസിലർമാർ ആരോപിച്ചു. കട്ടപ്പന നഗരസഭയുടെ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റ് അനുബന്ധിച്ച് ഇന്ന് കട്ടപ്പന നഗരസഭയുടെ അടിയന്തര കൗൺസിൽ കൂടി. ഭരണപക്ഷത്തെ പ്രബല വിഭാഗം കൗൺസിലിൽ പങ്കെടുത്തില്ല. ഈ ഫെസ്റ്റിനെ സംബന്ധിച്ച് കേരളത്തിലെ അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ വളരെ വ്യാപകമായ അഴിമതി. ഇടതുപക്ഷ കൗൺസിലർമാരെ കഴിഞ്ഞ കൗൺസിൽ ഇതിനെക്കുറിച്ച് അംഗീകാരം കൊടുക്കുന്ന കൗൺസിലിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു. ആ വിയോജനം നിലനിൽക്കുമ്പോൾ ഇന്നും കൂടി കൗൺസിലിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യാപകമായ അഴിമതി താഴെത്തട്ട് മുതൽ നടന്നിട്ടുണ്ട്. മിക്കവാറും കൗൺസിലർമാരെല്ലാം അഴിമതിയുടെ ഭരണകക്ഷിയിലെ കൗൺസിലർമാരെല്ലാം അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട്. അത് ഈ നാട്ടിൽ മുഴുവൻ വാർത്തയാണ്. അതുകൊണ്ടായിരിക്കാം അവർക്ക് വീതം വെച്ചപ്പോൾ കുറഞ്ഞു പോയത് കൊണ്ടാണോ കോൺഗ്രസിലൊരു ഭാഗം മാറുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കിട്ടിയവരെല്ലാം മിടുക്കന്മാരും കിട്ടാത്തവരങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പൊതുജനം പറയുന്നത്. അതുകൊണ്ട് ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ 1 ലക്ഷം രൂപയ്ക്കാണ് ഒരു ദിവസം വാടകയ്ക്ക് കൊടുത്തത്. ആ ഫെസ്റ്റ് നടത്തിയത് കട്ടപ്പന മർത്തൻ്റെ അസോസിയേഷനും അതിൻ്റെ പോഷക സംഘടനകളുമാണ്. അവർ ആ ഫെസ്റ്റിൻ്റെ ലാഭവിഹിതം കൊണ്ട് കട്ടപ്പനയിലെ എല്ലാ വാർഡിലെയും ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുത്തു. അതോടൊപ്പം കഴിഞ്ഞ വർഷം നടത്തിയ ഫെസ്റ്റ് ഭീമമായ നഷ്ടമായിട്ട് കൂടി കട്ടപ്പനയിലെ ഒരു യുവ വ്യാപാരിയുടെ മജ്ഞമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ തുക 20 ലക്ഷത്തോളം രൂപ കൊടുത്ത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ടും ഈ പ്രാവശ്യം കട്ടപ്പന ഫെസ്റ്റ് 30,000 രൂപ കുറച്ചു കൊടുത്തതിന് പിന്നിൽ വളരെ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഫെസ്റ്റ് നീട്ടിക്കൊടുക്കുക വഴി മുനിസിപ്പാലിറ്റിക്ക് 7 ലക്ഷത്തിലധികം രൂപയുടെ വരുമാനം ഉണ്ടാകുന്നു. അധിക വരുമാനം ലഭിക്കുന്നത് രോഗികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ജനോപകാരപ്രദമായ നടപടിയാകുമെന്നും മുനിസിപ്പാലിറ്റി നടപടിയോട് യോജിക്കുന്നുവെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. ഫെസ്റ്റിനെ സംബന്ധിച്ച് 10 ദിവസം കൂടെ നീട്ടിക്കൊടുക്കുന്നതിന് ഇവിടെ അപേക്ഷ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തരമായിട്ട് ഇന്ന് കൗൺസിൽ കൂടുന്നത്. ആ കൗൺസിലിൽ 10 ദിവസം കൂടെ കൂട്ടിക്കൊടുക്കാനാണ് തീരുമാനമെടുത്തത്. കാരണം കൂട്ടിക്കൊടുക്കാൻ തീരുമാനമെടുക്കാൻ കാരണം ഈ 10 ദിവസം കൂടെ കൂട്ടിക്കൊടുക്കുമ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് വരുമാനമുണ്ട്. നമ്മുടെ വാർഡുകളെയൊക്കെ സംബന്ധിച്ച് ധാരാളം ക്യാൻസർ പേഷ്യൻറ്റും ഡയാലിസിസ് രോഗികളും ഒക്കെ ധാരാളം ഉള്ള ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലും. അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിൽ നിന്നും കുറച്ച് പൈസ മർച്ചൻ്റ് അസോസിയേഷനാണത് ഫെസ്റ്റ് സിജോമാൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അത് നടത്തിയത്. എന്നാൽ ഒരു ഹിറ്റും 3000 രൂപ വെച്ച് ഒരു രൂപയ്ക്ക് കൊടുക്കാൻ അവർ മനസ്സ് കാണിച്ചു. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഈ 10 ദിവസം നമ്മൾ ഈ ഫെസ്റ്റ് നീട്ടി കൊടുക്കുന്നതിൻ്റെ കിട്ടുന്ന വരുമാനം നമ്മുടെ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കിഡ്നി പേഷ്യൻ്റ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വെച്ച് ചെയ്യുന്നതിന് മറ്റ് നിയമതടസ്സങ്ങളൊന്നുമില്ല എന്നാണ് സെക്രട്ടറിയും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്കൊരാശ്വാസമായിരിക്കും. മറ്റുള്ള രോഗികളാണെങ്കിലും തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്കതൊരു സഹായമായി തീരും. 72,000 രൂപ ദിവസ വാടകയ്ക്കാണ് മുനിസിപ്പൽ ഗ്രൗണ്ട് വിട്ടു നൽകിയിരിക്കുന്നത്. 10 ദിവസം കൂടി അധികം അനുവദിക്കുമ്പോൾ 7,20,000 രൂപ അധിക വരുമാനം ലഭിക്കും. ഇത് മുഴുവൻ വാർഡുകളിലെയും രോഗികൾക്കായി ചിലവഴിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നതെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം.
പവിത്ര ഗോൾഡ് എന്നും സ്വന്തം.